ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം. 1-ാമത്തെ ചോദ്യം: കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി കർത്താവ് ചെയ്തതെന്ത്? ഉത്തരം: കർത്താവ് കുറെ ജനതകളെ ശേഷിപ്പിച്ചു. 2. ഇസ്രായേൽ ജനത്തെ പരീക്ഷിക്കാൻ കർത്താവ് ശേഷിപ്പിച്ച ജനതകൾ ഏതെല്ലാം? ഫിലിസ്ത്യരുടെ 5 പ്രഭുക്കന്മാർ, കാനാന്യർ, സീദോന്യർ, ഹിവ്യർ. 3. ഏതൊക്കെ ജനതകളുടെ ഇടയിലാണ് ഇസ്രായേൽ ജനം ജീവിച്ചത്? ഉത്തരം: കാനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, ജബൂസ്യർ. 4. ഇസ്രായേൽ കർത്താവിൻ്റെ മുൻപാകെ തിന്മ പ്രവർത്തിച്ചത് എങ്ങനെ? ഉത്തരം: തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ബാൽ ദേവന്മാരെയും അശേര പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട്. 5. ഇസ്രായേലിനെതിരെ കോപത്താൽ ജ്വലിച്ച കർത്താവ് അവരെ ആരുടെ കൈകളിലാണ് ഏൽപ്പിച്ചത്? ഉത്തരം: മെസൊപ്പൊട്ടാമിയ രാജാവായ കുശാൻ റിഷാത്തായിമിൻ്റെ കൈകളിൽ. 6. മെസൊപ്പൊട്ടാമിയ രാജാവായ കുശാൻ റിഷാത്തായിമിൻ്റെ കൈകളിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ കർത്താവ് വിമോചകനായി അയച്ചത് ആരെ? ഉത്തരം: ഓത്നിയേൽ. 7. ഓത്നിയേലിൻ്റെ കാലത്ത് ദേശത്ത് എത്ര നാൾ ശാന്തി നിലനിന്നു? ഉത്തരം: 40 വർഷം. 8. ഓത്നിയേലിൻ്റെ മരണത്തിനു ശേഷം തിന്മ ചെയ്ത ഇസ്രായേൽ ജനത്തിനെതിരെ കർത്താവ് പ്രബലനാക്കിയത് ആരെ? ഉത്തരം: മോവാബ് രാജാവായ എഗ്ലോനെ. 9. എഗ്ലോന്റെ കൈകളിൽ നിന്നും ഇസ്രായേലിനെ മോചിപ്പിക്കാൻ ദൈവം നിയോഗിച്ചതാരെ? ഉത്തരം: യഹൂദിനെ. 10. യഹൂദിന്റെ ഗോത്രം? ഉത്തരം: ബെഞ്ചമിൻ ഗോത്രം. 11. യഹൂദിന്റെ പിതാവ്? ഉത്തരം: ഖേര. 12. ഇടത് കയ്യനായ ന്യായാധിപൻ ആര്? ഉത്തരം: യഹൂദ്. 13. ഇസ്രായേൽ ആര് വഴിയായിട്ടാണ് മോവാബി രാജാവായ എഗ്ലോന് കാഴ്ച കൊടുത്തയച്ചത്? ഉത്തരം: യഹൂദ് വഴിയായി. 14. യഹൂദ് കാഴ്ച സമർപ്പിച്ചത് ആർക്ക്? ഉത്തരം: മോവാബി രാജാവായ എഗ്ലോന്. 15. എവിടെ ചെന്നതിനു ശേഷമാണ് രാജാവിന് രഹസ്യ സന്ദേശം അറിയിക്കാൻ യഹൂദ് തിരിഞ്ഞു നടന്നത്? ഉത്തരം: ഗിൽഗാലിൽ ശിലാവിഗ്രഹങ്ങളുടെ അടുത്ത് ചെന്നതിനു ശേഷം. 16. രാജാവ് എവിടെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിൽ നിന്ന് നിനക്കായി ഒരു സന്ദേശം എൻ്റെ പക്കലുണ്ട് എന്ന് യഹൂദ് പറഞ്ഞത്? ഉത്തരം: വേനൽക്കാല വസതിയിൽ. 17. താക്കോൽ എടുത്ത് മുറി തുറന്ന പരിചാരകർ കണ്ടത് എന്ത്? ഉത്തരം: രാജാവ് തറയിൽ മരിച്ചു കിടക്കുന്നത്. 18. യഹൂദ് എവിടെ എത്തിയപ്പോഴാണ് കാഹളം മുഴക്കിയത്? ഉത്തരം: എഫ്രായിം മലമ്പ്രദേശത്ത് എത്തിയപ്പോൾ. 19. മോവാബ് ഇസ്രായേലിന് അധീനമായ ശേഷം എത്ര വർഷം നാട്ടിൽ ശാന്തി നിലനിന്നു? ഉത്തരം: 80 വർഷം. 20. യഹൂദിന്റെ പിൻഗാമിയായി വന്ന ന്യായാധിപൻ ആര്? ഉത്തരം: ഷംഗാർ. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം. 1-ാമത്തെ ചോദ്യം: യഹൂദിനു ശേഷം കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്ത ഇസ്രായേൽ ജനതയെ കർത്താവ് ആർക്കാണ് വിട്ടുകൊടുത്തത്? ഉത്തരം: ഹാസർ ഭരിച്ചിരുന്ന കാനാൻ രാജാവായ യാബിന്. 2-ാമത്തെ ചോദ്യം: യാബിൻ്റെ സേനാപതി ആര്?
ഉത്തരം സിസേറ. 3. സിസേറ വസിച്ചിരുന്നത് എവിടെ? ഹറോഷത്ത് ഹഗായിമിൽ. 4. സിസേറയ്ക്ക് എത്ര ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നു? ഉത്തരം 900. 5. എത്ര വർഷമാണ് ഇസ്രായേൽ ജനത്തെ ക്രൂരമായി പീഡിപ്പിച്ചത്? ഉത്തരം 20 വർഷം. 6. സിസേറ ഇസ്രായേൽ ജനത്തെ പീഡിപ്പിച്ച കാലത്ത് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയിരുന്നത് ആര്? ഉത്തരം ദബോറ പ്രവാചിക. 7. ദബോറ പ്രവാചിക ആരുടെ ഭാര്യയായിരുന്നു? ഉത്തരം ലപ്പിതോദിൻ്റെ ഭാര്യ. 8. ദബോറ പ്രവാചിക പതിവായി ഇരിക്കാറുണ്ടായിരുന്നത് എവിടെ? ഉത്തരം എഫ്രായിം മലനാട്ടിൽ റാമായ്ക്കും ബദേലിനും ഇടയ്ക്കുള്ള ദബോറായുടെ ഈന്തപ്പനയുടെ കീഴിൽ. 9. ഇസ്രായേൽ ജനം വിധി തീർപ്പിനു വേണ്ടി സമീപിച്ചിരുന്നത് ആരെ? ഉത്തരം ദബോറ പ്രവാചികയെ. 10. ദബോറ പ്രവാചിക ആളയച്ചു വരുത്തിയത് ആരെ? ഉത്തരം ബാറക്കിനെ. 11. ബാറക്ക് ആരുടെ മകനായിരുന്നു? ഉത്തരം അബിനോവാമിൻ്റെ. 12. ദബോറ പ്രവാചിക ബാറക്കിനെ ആളയച്ചു വരുത്തിയത് എവിടെ നിന്ന്? ഉത്തരം നഫ്താലിയിലെ കേദഷിൽ നിന്ന്. 13. എവിടെ വെച്ച് സിസേറ ബാറക്കിനെ എതിർക്കുമെന്നാണ് കർത്താവ് അരുൾ ചെയ്തത്? ഉത്തരം കിഷോൻ നദിയുടെ സമീപത്ത് വെച്ച്. 14. കർത്താവ് സിസേറയെ ആരുടെ കൈകളിൽ ഏൽപ്പിക്കുമെന്നാണ് ദബോറ പ്രവാചിക ബാറക്കിനോട് പറയുന്നത്? ഉത്തരം ഒരു സ്ത്രീയുടെ കൈകളിൽ. 15. മോശയുടെ അമ്മായപ്പൻ ആര്? ഉത്തരം ഹോബാബ്. 16. ആരുടെ കൂടാരത്തിലാണ് സിസേറ അഭയം പ്രാപിച്ചത്? ഉത്തരം ജായേലിൻ്റെ കൂടാരത്തിൽ. 17. ജായേൽ ആരുടെ ഭാര്യയായിരുന്നു? ഉത്തരം കേന്യനായ ഹേബറിൻ്റെ. 18. എങ്ങനെയാണ് ജായേൽ സിസേറയെ വധിച്ചത്? ഉത്തരം ഒരു മരയാണിയും ചുറ്റികയും എടുത്ത് ക്ഷീണിച്ച് ഉറങ്ങിക്കിടന്ന സിസേറയുടെ ചെന്നിയിൽ തറച്ച്. 19. ആരെയാണ് ഇസ്രായേൽ ജനം മേൽക്കുമേൽ പീഡിപ്പിച്ചത്? ഉത്തരം കാനാൻ രാജാവായ യാബിനെ. 20. ന്യായാധിപന്മാർ 4-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ? ഉത്തരം 24 വാക്യങ്ങൾ.